ഇഷ്ടപ്പെട്ടോ? മേൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? അന്നേ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ, ടി വിയിലുണ്ട്. 2007 എന്ന് പറയുന്നത് എനിക്കൊരു സ്പെഷ്യൽ വർഷമാണ്. എനിക്ക് 18 വയസ്സ് തികഞ്ഞ വർഷം. ആ വർഷം തിയേറ്ററിൽ പെറ്റി കിടന്ന വർഷം. എത്ര പടങ്ങൾ, പോക്കിരി ഇത്ര പ്രാവശ്യം കണ്ട്. പോക്കിരി, ബില്ല ഇറങ്ങി, ശിവാജി ഇറങ്ങി, മലയാളത്തിൽ തന്നെ ചോട്ടാ മുംബൈ, ഹലോ. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 18 വയസ്സ് കഴിഞ്ഞു, നമുക്ക് ലൈസൻസായി, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വന്തം കാര്യപ്രാപ്തിയായി നമുക്ക് തന്നെ തോന്നുന്ന, വെറുതെ അന്ധമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വർഷം. തിയേറ്റർ തന്നെയായിരുന്നു. അത് 35-50 രൂപയ്ക്കൊക്കെയാണ് ടിക്കറ്റ്. ആ സമയത്ത് ഉള്ള എല്ലാ മാട്ടപ്പടങ്ങളും ഇരുന്ന് കാണുന്ന ഒരു വർഷം. കോളേജിലേക്ക് പ്രവേശിക്കുന്നു, +2 കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിച്ച വർഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ 3 പ്രാവശ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. കാട്ടാക്കട, ജയവിനായകയിൽ വരെ വന്ന് കണ്ടിട്ടുണ്ട്. അത് മാക്സിമം ആഘോഷിച്ച് കഴിഞ്ഞതാണ് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ തന്നെ നമുക്ക് തമിഴിലൊക്കെ ഒരുപാട് മാസ് പടങ്ങൾ, അതുപോലെയൊക്കെ ഈ 2005 അന്യം വരുന്നു, ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ഒരുപാട് സിനിമകൾ കണ്ടു വരുമ്പോൾ മലയാളത്തിൽ മാസ് മസാലയുടെ ഒരു കുറവുണ്ടായിരുന്നു. അതിന് ആ കുറവ് തീർത്ത ഒരു മാസ് എൻ്റർടൈനറായിരുന്നു ആ സമയത്ത് തന്നെ ചോട്ടാ മുംബൈ എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് അതിൻ്റെ ക്ഷീണം തീരും മുമ്പേ തന്നെ ഇതൊന്ന് ഹിറ്റായി ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ തന്നെ അടുത്ത് ഹലോയും കൊണ്ടിറക്കി. അങ്ങനെ ഡബിൾ ധമാക്കയായിരുന്നു 2007 എന്ന് പറഞ്ഞ വർഷം. അതിനുശേഷം ലാലേട്ടൻ അതുപോലത്തെ ഒരു അഴിഞ്ഞാട്ടം പിന്നെ കണ്ടിട്ടില്ല. പെരിച്ചാഴി വന്നു, അതുപോലെ ചൈന ടൗൺ വന്നു. പക്ഷേ ആ ഒരു സാധനം കിട്ടിയില്ല, പിന്നെ സ്ക്രിപ്റ്റിലൊന്നും പണിയെടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് ലാസ്റ്റ് പാക്കഡ് ആയിട്ടുള്ള അഴിഞ്ഞാടിയ ഒരു അഴിഞ്ഞാട്ടം, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം കാണുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അത് മാക്സിമം അതിൻ്റെ തിയേറ്ററിൻ്റെ പീക്ക് എക്സ്പീരിയൻസ്, ആഘോഷം, കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ ഇത് റിലീസ് വന്ന സമയത്ത് രാവിലെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് പണ്ട് നമ്മൾ അതിൻ്റെ പീക്ക് എക്സ്പീരിയൻസ് അനുഭവിച്ച് ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞ സാധനമാണ്. പിന്നെ ടി വിയിൽ വന്ന് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത് പണ്ടത്തെ നമുക്ക് തിയേറ്ററിൽ മിസ്സായിപ്പോയ ഒരു സിനിമ, അല്ലെങ്കിൽ റീമാസ്റ്റർ ചെയ്ത് വേറെ എൻഹാൻസ് ചെയ്ത് വരുന്ന ഒരു സിനിമ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല ഇതിന്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ധ്യാനിൻ്റെ അല്ല തഗ് സിനിമ പിന്നെ വേറെ ഷോ ഒന്നും ഓടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് 11:30 അത് തന്നെ കാണാമെന്ന് വെച്ചത്. 11:30 ആ പടം തുടങ്ങി. അതിൻ്റെ ഇൻ്റർവെൽ ആയ സമയത്ത് ഓടി 1-ൽ ചോട്ടാ മുംബൈയുടെ പടം വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം ജനം, ഫ്രണ്ടിൽ ബാൻഡ് മേളവും പരിപാടികളും. ഞാൻ അപ്പോൾ ഇരുന്ന് ആലോചിച്ച്, അതിന് പോയാൽ മതിയായിരുന്നു കേട്ടോ. എന്നിട്ട് സോഷ്യൽ മീഡിയ കയറിയ സമയത്ത് നോക്കിയപ്പം ഉത്സവ ലഹരി തിയേറ്ററിൽ. അങ്ങനെ ഈ പടം കാണാൻ പോയതാണ്. ഞാൻ വൻ അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഈ പടം 10 മണിക്ക് പോയി കണ്ടാൽ മതിയായിരുന്നു. ഞാൻ കണ്ടത് അത്ര ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിലല്ല. എന്നിരുന്നാൽ പോലും ഒരു കിണ്ണം കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത് തന്നിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളിപ്പം കണ്ട് മടുത്തതെന്ന് നമ്മളെ മനസ്സിനെ വീണ്ടും നമ്മൾ പറയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഫ്രഷ് ഫീലായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ അത് ഒരു തിയേറ്ററിലെ ആൾക്കാരെ ബഹളത്തിൻ്റെ അടുത്തും കയ്യടിയിലെയും ഈ മേളത്തിൻ്റെയും ജൈവിളിയുടെയും കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ആവേശം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയതുപോലെ ഒരു അബദ്ധം ഈ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല. വലിയ മിസ്സായിപ്പോയി. ഇന്നലെ അതിന് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇന്നലെ പോയാൽ മതിയായിരുന്നു, ചോട്ടാ മുംബൈക്ക് പോയാൽ മതിയായിരുന്നു. എന്താണ് ആ സിനിമയ്ക്ക് ഇത്രയും പ്രത്യേകത എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരുപാട് മാസ് പടങ്ങളൊക്കെ തമിഴിലൊക്കെ ആ സമയത്ത് കളർഫുള്ള് പാട്ട്, ഡാൻസ് പരിപാടികൾ. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സിനിമ, മോഹൻലാൽ മാത്രമാണെങ്കിൽ എത്ര പേര്, സായികുമാർ, പാമ്പ്, നമ്മുടെ രാജംബി ദേവ്, കലാഭവൻ, അതുപോലെ ചന്ദ്രപ്പൻ, സിദ്ദിഖ്, മണിക്കുട്ടൻ്റെ കൂടെ നമ്മുടെ മണിക്കുട്ടൻ്റെയും ജീവിതത്തിൽ അവർ ഏറ്റവും ചെയ്ത ഭാഗ്യമാണ് ഈ പടത്തിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു ഗ്യാങ്ങായിട്ട് നടക്കുക എന്ന് പറയുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊരു 2ാം ഭാഗം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട്. ലാലേട്ടൻ അതുപോലെ തന്നെ ഉണ്ട്, ലാലേട്ടനെ കൊണ്ട് പറ്റും. കൂടെ ഉള്ളൊരു മണിക്കുട്ടൻ സെറ്റാണ്, ബിജുക്കുട്ട ഓക്കെയാണ്. സിദ്ദിഖൊക്കെ പിടിച്ച് ചന്ദ്രപ്പൻ ഇനി പറ്റുമോ? ബാക്കി കുറേ പേര്, ജഗതി ചേട്ടൻ, അയ്യോ ഇതിൽ വരണവരും പോണവരും എല്ലാവരും അഴിഞ്ഞാട്ടത്തിനിടെ സീൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്ന് നമ്മൾക്ക് സിനിമ എന്ന് പറയണത് ഒരു ഭ്രാന്തായിരുന്നു. ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തൊന്നും കാണുക. ഇത് കണ്ട ഓരോ സീൻ ബിൽഡ് ചെയ്ത് വെച്ചത്. ഈ പടത്തിൽ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനും കഴിയുന്നില്ല. കലാഭവൻ മണിയുടെ ഒക്കെ ഇൻട്രൊഡക്ഷൻ എപ്പോഴാണ് വരുന്നത്? അത് എന്തോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എന്ത് ടെററായിരുന്നു ആ മനുഷ്യൻ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ട്. മണിച്ചേട്ടനെയും അതുപോലെ രാജംബി ദേവ്, ജഗതി ചേട്ടൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ട്. ഈ പടങ്ങൾ കാണുമ്പോൾ അവരൊരു റേഞ്ച് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ രാഹുൽ രാജ് ആദ്യത്തെ സ്കോറാണ്, ആദ്യമായിട്ട് ചെയ്തതാണ്. പാട്ടുകൾ,
ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്ത് വൈബാണ്, എന്ത് രസമാണ്, എന്ത് ഉത്സവമാണ്, ആഘോഷമാണ് ഈ പടം. ഇപ്പം കണ്ടാലും ആഘോഷം തന്നെ. അന്നത്തെ ആ ഒരു നൊസ്റ്റാൾജിയ തിരിച്ചടിച്ചത് വല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് ഒരു പാക്ഡ് ആയിട്ടുള്ള തിയേറ്റർ കാണണമെന്നുണ്ടായിരുന്നു, നടന്നില്ലടേ, പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന സമയത്ത് നമുക്കിതൊരു വലിയൊരു സംഭവം അല്ല. കാരണം ഹലോയും ഇതുമൊക്കെ ഏകദേശം ഒരേ തട്ടി തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പം ഹലോയെക്കാളും ഒക്കെ വേറെ റേഞ്ചിൽ മോഹൻലാലിനെ ഇതിൽ അയച്ചു വിട്ടിട്ടുണ്ട്. മോഹൻലാൽ മാത്രമല്ലല്ലോ, അതിൽ കുറച്ച് കഥ മോഹൻലാൽ, ജഗതി, അങ്ങനെ സലീം കുമാർ കുറച്ച് പേരല്ലോ. ഇതിൽ വരണവരും പോണവരും എല്ലാം വന്ന് സ്കോർ ചെയ്തിട്ട് പോണ്. മറ്റേ സൈക്കോ അമ്മച്ചി വരെ വന്ന് നിന്നിട്ട് കൗണ്ടർ അടിക്കണ്. തുടക്കം മുതൽ തന്നെ ഈ ആദ്യം ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട്, പിന്നെ വലിയ സെൻറ്റിമെൻസും പരിപാടിയൊന്നും വലുതായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അച്ഛനും മോനും തമ്മിലുള്ള ബോണ്ടിങ്, അമ്മായി അച്ഛനും മരുമോനും തമ്മിലുള്ള ബോണ്ടിങ്, സുരാജ്, ഭാവന, വിജുക്കുട്ടനെ കിട്ടുന്ന സീനിലൊക്കെ കഴിഞ്ഞാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി നിൽക്കുന്ന സമയത്തും വിജുക്കുട്ടൻ ബാക്കിൽ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്. ഷക്കീല വരുന്ന സീനുകൾ ഒരു രക്ഷയില്ല. ഷക്കീല വരുമ്പോൾ ജഗതി ചേട്ടൻ മറ്റേ സാധനം എനിക്ക് വരില്ല അത്. ആ ഒരു സാധനം ഷക്കിലി ചേച്ചിക്ക് അമ്പൂര ഫോട്ടോ എടുക്കുക, അമ്പൂര വിളിക്കണ സംഭവം, പടക്കം ബഷീറിൻ്റെ ഇൻട്രോ, കുപ്പി താഴെ തല്ലി പൊട്ടിക്കണത്, അതുപോലെ മറ്റേ കൊച്ചുപ്രേമനെ കാണാൻ പോണത്, ആരുടെ തലയിൽ വെള്ളം കൊരിയൊഴിച്ചത്, ബോധം തരാൻ വേണ്ടി ഞാനാണ് കൊരിയൊഴിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ കോമഡി ഉള്ളതെന്ന് പറഞ്ഞാൽ അതിപ്പോഴും കണ്ടാലും ചിരിക്കോടെ. ഇത്രയും കാലം കണ്ടാലും ഇപ്പം കണ്ടാലും ചിരിക്കും. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെയാണ് കണ്ടത്. കൊച്ചിന് ലാസ്റ്റ് പടം തീർന്നപ്പോൾ ഇത് തന്നെ പറയണത്, അമ്മച്ചി കയറി പാമ്പെന്ന് കൊണ്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ആങ്കിൾ മരിച്ചതിനല്ല അച്ഛാന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. കൊച്ചു വരെ ഇരുന്ന് ഈ കൊച്ചിന് വരാ ഇത് അങ്ങനെ തിയേറ്ററിൽ അടങ്ങിയിരിക്കണ കൊച്ചൊന്നുമല്ല. ഇത് കുറേ നേരം കഴിയുമ്പോഴേക്കും ഓരോ ചോദിച്ച് നമ്മളിങ്ങനെ വെറുപ്പിക്കും. അല്ലെങ്കിൽ ബോറടിക്കണം, വിശക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണെങ്കിൽ ഫുൾ ഇരുന്ന് കണ്ട്. എൻ്റെ പക്ഷേ കുറച്ച് അടിയും രക്തമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അത് ഞങ്ങളെ സിനിമയാണെന്നുണ്ടെങ്കിൽ വിട്ടു. പക്ഷേ ഫുള്ളായിട്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റീമാസ്റ്റർ എടുത്ത് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. തുടക്കത്തിലെ ടൈറ്റിൽ കാർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈയിലെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ടൈറ്റിൽ ബാക്കി ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ 4K മാറ്റി എന്നുള്ളത് എനിക്കങ്ങനെ വലിയൊരു ക്വാളിറ്റി വ്യത്യാസം തോന്നിയില്ല. കുറച്ച് വാന്ത് കയറ്റി വെച്ച പോലെ തോന്നി. മൊത്തത്തിൽ ചോചമായിരുന്നു ഈ പടം. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഫുൾ പാക്കേജാണ്, ഫുൾ ഫൺ ഫിൽഡ് പടമാണ്. ഫൈറ്റൊക്കെ എന്ത് രസമാണ്. ഈ ലാലേട്ടൻ്റെ ഫൈറ്റ് ഇതിനകത്ത്, മണിക്കൂട്ടൻ്റെ ഫൈറ്റ് ഓൾസോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സിനിമ, ഇങ്ങനെ ഒരു ഇവർ അഴിഞ്ഞാടി വിട്ട സിനിമകളൊന്നും ഇനി അങ്ങോട്ട് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലത്തെ ഒരു സാധനം ഇനി കിട്ടാൻ സാധ്യത. ഈ രംഗണ്ണൻ ഒരു പരിധി വരെ ഒരു വൈബ് സാധനമായിരുന്നു. അല്ലാതെ വേറെ സിനിമകൾ മലയാളത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർ ഇന്ന് പോയി കാണുക. ഒരു സെക്കൻഡ് ലാഗ് അടിക്കാതെ നല്ല രീതിയിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇത് TV വന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഇതിൻ്റെ സൗണ്ടിങ്ങും പാട്ട്, അടിതടകൾ ആ പാട്ട് ആയാലും ലാസ്റ്റത്തെ വാസ്കോ ഡ ഗാമ പാട്ടായാലും ഭയങ്കര വൈബാണ് തിയേറ്ററിൽ. നല്ല രസത്തിൽ കോമഡികളും നമുക്ക് വർക്കൗട്ടാവും. എല്ലാം കൊള്ളാം. എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ചോട്ടാ മുംബൈ റീ റിലീസ്. എന്തരാ വരട്ടെ.